നക്കി നോക്കിയാൽ മനസ്സിലാവോ നാർസിസ്റ്റിനെ? ഇല്ല. പക്ഷെ അവരുടെ ഈ 5 പെരുമാറ്റ വൈകല്യങ്ങൾ ശ്രദ്ധിക്കാം. മെഹുന ആരംഭിക്കലാമ. ഒന്നാമത്തെ കാര്യം, നീ അവരുടെ കൂടെ നടക്കുമ്പോൾ അവര് വളരെ മുമ്പിൽ അവരുടേതായിട്ടുള്ള ലോകത്ത് ചിന്തിച്ച് സ്പീഡ് നടന്നു പോകും, അല്ലെങ്കിൽ നിന്റെ വളരെ പുറകെ ആയിരിക്കും. നീ അവരുടെ കൂടെ വന്നാണെന്ന് നിനക്ക് സംശയം തോന്നും. അവരൊരിക്കലും നിന്റെ സ്പീഡിൽ നിന്റെ കൈ പിടിച്ച് സംസാരിച്ച് കൂടെ നടക്കില്ല. 2, വിശേഷ ദിവസങ്ങൾ ഏതുമായിക്കോട്ടെ, കലണ്ടർ മനോഹരന്റെ അമ്മൂമ്മ തന്നെ നിന്റെ ബർത്ത്ഡേ, യാത്ര പോകുമ്പോൾ, അല്ല നീ ഹാപ്പിയായി കാണുന്ന ഏത് നിമിഷവും അവർ നിന്നെ മൂഡ് ഓഫ് ആക്കിയിരിക്കും. കാരണം അവരിലൂടെ അല്ലാതെ നീ ഹാപ്പിയായി കാണുന്ന അവർക്ക് സഹിക്കാൻ പറ്റില്ല. 3, അവർക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ കൊച്ചു പിള്ളേരെ പോലെ പെരുമാറും. നീ അവരെ എടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. പക്ഷേ നിനക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ മൈൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല, അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ അസുഖമാണെന്ന രീതിയിൽ പെരുമാറും. അവസാനം നിങ്ങൾ ഈ അസുഖം വെച്ചുകൊണ്ട് അവരെ കെയർ ചെയ്യേണ്ടി വരും. 4, ഇവർ ഒടുക്കത്തെ തള്ളായിരിക്കും. ആരെങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിന്റെ ഇരട്ടി തള്ളും. ഇപ്പൊ ഞാനിപ്പോ 4 ദിവസത്തേക്ക് നോർത്ത് ഇന്ത്യ ട്രിപ്പ് പോയി വന്നെന്ന് പറഞ്ഞാൽ ഇവർ പറയും കഴിഞ്ഞ ആഴ്ച ഇവർ 25 ദിവസം നോർത്ത് ഇന്ത്യ മൊത്തം വണ്ടി ഓടിച്ച് കറങ്ങിയിട്ട് വന്നേ ഉള്ളെന്ന്. എല്ലാവരോടും അസൂയയും ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന ആറ്റിറ്റ്യൂഡും ആയിരിക്കും. 5, ഇവർ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ഥിര താമസമാക്കും. ഇറങ്ങാൻ വലിയ പാടാണ്. ചിലപ്പോൾ ചാറ്റിംഗ്, ഡേറ്റിംഗ് ആപ്സ് അല്ലെങ്കിൽ സംസാരം. പുറത്ത് വെച്ച് ചെയ്യാൻ പറ്റാത്ത എന്തോ അകത്ത് വെച്ച് ചെയ്യുകയാണ്. ഇവിടെ രഹസ്യ ജീവിതം ബാത്റൂമിന്റെ ഉള്ളിലാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം കണ്ടു എന്ന് വെച്ചിട്ട് അയാൾ നാർസിസ്റ്റ് ആണെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കാൻ പാനെ.